ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് കുറേ നാൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് തിരിച്ച്. നമ്മൾ കുറേ വീഡിയോ റിയാക്ട് ചെയ്യാനുണ്ടായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ കല്യാണമായി പോയി. അതുകൊണ്ടാണ് ഗൈസ് വീഡിയോ ഒന്നും കാണാത്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോറി ഗൈസ്, നമുക്ക് കുറേ റിയാക്ട് ചെയ്യാനുണ്ടെന്ന് അറിയാം. നമ്മൾ ലേറ്റായി പോയി ഗൈസ്. പക്ഷെ നമ്മൾ ലേറ്റായി വന്നാലും അതാണ് ഗൈസ്, നമ്മൾ ലേറ്റായി വന്നാൽ നമ്മൾ ലേറ്റസ്റ്റേ എത്തുള്ളൂ. നമുക്കേ നേരെ ട്രെയിലർ റിയാക്ട് ചെയ്യുമ്പോൾ ഗൈസ്, ടീസർ ഏതിൻ്റെയാണെന്ന് പറയുന്നത് ഡിയർ സ്റ്റുഡൻസിൻ്റെ, നമ്മുടെ നിവിൻ പോളിയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്ന ഒരു പടം. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് ഫിലിപ്പ് റോയ് ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ഗൈസ്. നിവിൻ പോളി തന്നെയാണ് ഗൈസ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗൈസ്, ആക്ച്വലി നമ്മൾ ലവ് ആക്ഷൻ ഡ്രാമയിൽ കണ്ടതാണ് അവരുടെ കോംബോ. നമുക്ക് ഒന്നും കൂടെ കാണാം. ஸ்பைசி லெஸ் ஸ்பைசி மெக்சிகன் லெபனீஸ் தந்தூரி என்ன வேணும்? ஹரி ஹரி எஸ் ஹரி இருக்கு. பர்சனலாக ஒரு விஷயம் பேசணும், உட்காருங்க. டேய், நயன்தாரா தமிழ் என்னடா? சொல்லு. இல்லை, நீங்கள் ஏன் அங்கே உட்காந்துட்டீங்க? அப்படியே என் மடியிலே உட்காந்துக்கலாமே. On the face. എന്തിനോട് നടക്കുന്നത്? കുറെ പിള്ളേരൊക്കെ ഉണ്ടല്ലേ. എന്ത് മാസിന്നുണ്ട് കോപ്പിറൈറ്റ് അടിക്കും നിൽക്കുന്നു പാട്ടി. നയൻതാരകൾ ആക്ഷൻ. എന്ത് സംഭവം? பர்சனலாக கொஞ்சம் பேசணும், கொஞ்சம் தள்ளி நிறுங்க பாப்பா. தம்பி, நாங்க போலீஸ். പോലീസാ? போலீஸா? ഇതൊക്കെയാണ് കമ്മിങ് സൂൺ ടു തിയേറ്റേഴ്സ്. കൊള്ളാല്ലേ, വെറൈറ്റി തന്നെ എന്ന് വെച്ചാൽ സംഭവം ഇത്തിരി സീനാണ്. ട്രെയിൽ ടീസർ പോലീസുകാരാണ്, കുറേ പിള്ളേരുണ്ട്, ഡിയർ സ്റ്റുഡൻസ് ആണ്. എനിക്ക് ഫൺ ആക്ഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ഫൺ ആക്ഷൻ പടമായിരിക്കാം. ആൻഡ് നിവിൻ പോളി ഈസ് ബാക്ക് ഓൺ ഹ്യൂമർ. ആൻഡ് ഇതിലെങ്കിലും വർക്കാവട്ടെ. പുള്ളി കുറേ നാളോ കേസ്, എനിക്ക് തോന്നുന്നു മറ്റേ പടത്തിൽ വർക്കായില്ല കേസ് ഒട്ടും. ഏതായിരുന്നു നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ, അത് കുറച്ച് സീരിയസ് ഇഷ്യൂവും കൂടെ ആയിരുന്നു ആ പടത്തിൽ കാണിച്ചത്. ആൻഡ് ഫസ്റ്റ് ഹാഫൊക്കെ എന്ത് പറയുന്നത് നോ കേസ്, അത് പോട്ടെ. നമുക്ക് ഡിയർ സ്റ്റുഡൻസ് ആൻഡ് നിവിൻ പോളിൻ്റെ ഇത് കൊള്ളാം കേസ് ആക്ച്വലി. ആൻഡ് എന്തായാലും ഇത് തമിഴത്തിയായിട്ട് തന്നെയാണ് കേസ് അഭിനയിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ ടീഷർ കൂടെ കേസ് ഏതാണെന്ന് അറിയുമ്പോൾ മിറാജ്, നമ്മളെ ആസിഫ് അലി, അപർണ ബാലമുരളി അഭിനയിക്കുന്ന പടം. എൻ്റെ ഇവരുടെ കോപം ഭയങ്കര വിജയമാണ് ഗൈസ്. ആൻഡ് അതുപോലെ തന്നെ ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജിത്തു ജോസഫാണ് ഗൈസ്. നമുക്കതും കൂടെ കാണാം. നാട്ട് സ്റ്റുഡിയോസ് ആൻഡ് E4 എക്സ്പീരിമെൻറ്റ്സ്. ആസിഫ് അലിയുടെ ഹിസ്റ്ററി കാണാൻ ഗൈസ് അടുത്ത. ബെറ്റിങ്സ്. ഓ അത് പുള്ളി എടുത്തോണ്ട് പോയി, പുള്ളിക്കാർ ഒന്നും തപ്പി കാണുന്നില്ല. ജിത്തു ജോസഫ് ഫിലിം. ഓക്കെ, ഇതല്ലേ പുള്ളി എടുത്തോണ്ട് പോയി. ആസിഫ് അലി, അപർണ ബാലമുരളി. ഓ എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. I can tell you one thing. You are in serious trouble. ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുശ്യാമാണ് ഈ മ്യൂസിക്. പുള്ളി കണ്ട സ്റ്റോറി അപർണ ഡയറക്ടർ. മിറാജ് ഫെയ്ഡ്സ് ആസ് യു ഗെറ്റ് ക്ലോസർ. എത്തും തോറും മാഞ്ഞു പോകും, അടുക്കും തോറും മാഞ്ഞു പോകും. റിയലി കൊള്ളാം. ആ ടീച്ചർ കൊള്ളാൻ. മറ്റേ എൻ്റർടൈൻമെൻറ്റ്, ഇത് ഭയങ്കര ത്രില്ലിങ് സംഭവം. ഇത് കുറച്ച് കാണിച്ചിട്ടുള്ളൂ. സംഭവം എന്തുവാണെന്ന് ഒരു ക്ലിയർ ഐഡിയ ഇല്ല. രണ്ട് ടീച്ചറിലും ക്ലിയർ ഐഡിയ ഇല്ല. ആൻഡ് ജിത്തു ജോസഫ് കൂബന് ശേഷമാണ് ആസിഫ് അലിയായിട്ട് വീണ്ടും ഒന്നിച്ചൊരു പടമാണ് മിറാജ്. ലെറ്റ്സ് വെയിറ്റ്.
രണ്ടും നമുക്ക് കാണാം. അപ്പം ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തുവാ, അത് നിങ്ങൾ കമൻറ്റിൽ പറയണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യും, നമുക്ക് റിയാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക, നമുക്കൊരു 1K അടിക്കണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങൾ 1K അടിച്ച് സഹായിക്കുക. ഈ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഇതുപോലെ റിയാക്ഷനൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ തന്നെ ഒരു 10-30 ഗ്രൂപ്പ് ഇടും, അതറിയാമോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ റിയാക്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തുവായിരുന്നു, വീഡിയോ ലൈക്ക് ചെയ്യുക വൈസ്. വീഡിയോക്ക് ലൈക്ക് കുറവാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. മലയാളം പടം, നമ്മുടെ പടം ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.